വലാ തകൂനൂ കല്ലതീ നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. വലാ തകൂനൂ നിങ്ങളാവരുത് കല്ലതീ ഒരു പെണ്ണിനെ പോലെ നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂലിങ്ങനെ ചുറ്റിയിട്ട് വൈകുന്നേരം അതിനെ തിരിച്ച് കറക്കിയിട്ട് അടിച്ചു കളയുന്ന പെണ്ണിനെ പോലെ നിങ്ങളാവരുത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഉപമയുടെ അവസാനാണ്. സൂറത്തുൽ നഹ്ലോ നംലോ ആരാ കുട്ടിയത് പറഞ്ഞത്? ഖുർആന്റെ ആയത്താ ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ രണ്ടാമത് ഉംറയ്ക്ക് പോലും മൂന്നാമത് ജഹറാനത്ത് ആ ജഹറാനത്ത് എന്നാണ് പെണ്ണിന്റെ പേര്. ആ പെണ്ണാണെന്ന് അവിടെ പറയപ്പെടുന്നുണ്ട്. ജഹറാനത്ത് എന്ന് പറയുന്ന ഒരു പെണ്ണ് മക്കയിലുണ്ടായിരുന്നു. വലാ തകൂനൂ കല്ലതീ നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാദ്. പറയണത് മനസ്സിലാവണില്ലേ? എന്റെ കുട്ടികളെ, ഇതാ ഖുർആൻ. ഇതാണ് ഈ ഹാഫിളീങ്ങൾ മനപ്പാടമാക്കിയത്. നിങ്ങൾ എന്താ വിചാരിച്ച രണ്ട് ഹാഫിളീങ്ങളായെന്നോ എന്നെ കോഴി ഇറക്കാനായിട്ട് കുട്ടികളായെന്ന്? ഇത് കോഴി ഇറക്കാനുള്ളതല്ല. ഇത് കോഴിയുടെ സിട്ടാവിനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര ഗ്രന്ഥം. ആരാണ് ആദ്യമായി നാറാണത്ത് ഭ്രാന്തൻ ലോകത്തുണ്ടാകുന്നതിന് മുമ്പേ 1400 വർഷങ്ങൾക്ക് മുമ്പ് അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ മനുഷ്യ ജീവിതത്തിന്റെ വ്യർത്ഥ പരിശ്രമങ്ങളെ അല്ലാഹുവിന്റെ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. 1 മുതൽ 10 വരെ എണ്ണാൻ പഠിപ്പിച്ചാരാ? 1 മുതൽ 10 വരെ നിങ്ങൾ എണ്ണാൻ പഠിപ്പിച്ചാരാ? ഒന്ന് പറയൂ ഹുസൈൻ. അതിന് ഗൂഗിളിൽ നോക്കണം. നിങ്ങൾ 1 മുതൽ 10 വരെ എണ്ണാൻ പഠിപ്പിച്ചാരാ? അധ്യാപികല്ലേ? 1 2 3 4 5 അല്ലേ? നിങ്ങൾ എന്റെ കൂടെ വരി. 1 മുതൽ 10 വരെ അറബിയിൽ എണ്ണാൻ അറിയാവുന്നവരൊന്ന് കൈപൊക്കി. കൈയുള്ളവരൊക്കെ പൊക്കുക. താത്തിയിട്. എന്നാ എന്റെ കൂടെ എണ്ണി വരി. ഒരു 10 ആയത്ത് ഞാൻ ഓതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ കൂടെ ഉറക്കെ പറയണം. ഫതുഇലാ തആമിൻ വാഹിദിൻ. വാഹിദ്. ഒന്ന് പറ. വാഹിദ്. ഉറക്കം പോട്ടെ മനുഷ്യന്മാരെ. വാഹിദ്. 1 സൂറത്തുൽ ബഖറ. ഫഅർസൽനാ ഇലൈഹിം ഇസ്നൈൻ. 2 സൂറത്ത് യാസീൻ. ഫഅസ്സസ്നാ ബിസാലിസ്. സൂറത്ത് യാസീൻ സാലിസ്. 3 വഖുദ് അർബഅത മിനത് തയ്ർ. 4 സൂറത്ത് ആല ഇംറാൻ. സയഖൂലൂന ഖംസത്തുൻ ഖംസ. 5 സൂറത്തുൽ കഹ്ഫ്. അല്ലദീ ഖലഖ സമാവാതി വൽ അർള വമാ ബൈനഹുമാ ബി 6 അയ്യാം. 6 അല്ലദീ ഖലഖ 7 സമാവാതിൻ തിബാകാ. 7 സൂറത്ത് നൂഹ്. 8 അസ്വാജിൻ. 8 വകാന ബിൽ മദീനത്തി 9 റഹ്തിൻ 9 തിൽക അശറത്തുൻ കാമില. 10 ഇന്നി റഅയ്തു 11 കൗകബ. 11 ഇന്ന ഇദ്ദത ശൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ്. 12. ഇത് മുഴുവൻ എണ്ണാൻ പോയാൽ ഖുർആൻ മുഴുവൻ തികയില്ല. ഖുർആന്റെ പ്രത്യേകത വജ്ഹു ഇജാസിഹി ഖൗലുഹു അലാ തബഖാത്തിൽ ഫസാഹതി വൽ ബലാഗ. ഇത് സൂചനയെ തരൂ. ഇത് സാഹിത്യത്തിന്റെ അങ്ങേയറ്റമാണ്. വഅദനാ മൂസാ 30 ലൈല വഅത്മംനാഹാ ബിഅശരിൻ ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല. 30. ഇത് അത്യാവശ്യത്തിന് എണ്ണം പഠിച്ചാൽ ഇത് വിസയ്ക്ക് വേണ്ടി പഠിച്ച എണ്ണമാണ്. മലപ്പുറത്ത് ഒരുത്തൻ വിസയൊക്കെ കിട്ടിയപ്പോൾ അത്യാവശ്യം സൂപ്പർ മാർക്കറ്റിൽ നിൽക്കാൻ അറബി പഠിച്ചു. അങ്ങനെ അവിടെ പോയപ്പോൾ അറബി വന്നിട്ട് ചോദിച്ചു കം റിയാൽ. അവൻ പറഞ്ഞു 40 റിയാൽ. 4 റിയാൽ. നമ്മൾ ചോദിക്കല്ലേ ലാസ്റ്റ് എത്ര രൂപയ്ക്ക് വരും? അറബികൾ ചോദിക്കുന്ന ചോദ്യമാണ് ആഖിർ കലാം. ലാസ്റ്റ് എത്രയ്ക്ക് വരും? ഇവനോ ചോദിച്ചു കം റിയാൽ 40 റിയാൽ. അറബി ചോദിച്ചു ആഖിർ കലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുമാതിരി ഇത് അത്യാവശ്യത്തിന് പഠിച്ച അറബിയാവരുത്. 30 ലൈല 30 40 40. ഇനി ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ. 1-ാം ലോകമായുധവും 2-ാം ലോകമായുധവും പഠിച്ചവരോട് ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തേത് ഒരു രാജ്യത്തെ നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയാ? ഇന്ത്യ. ആദ്യം വിസ്തീർണം, രണ്ടാമത് ജനസംഖ്യ അല്ലേ? ഒരു രാജ്യത്തിന്റെ ബയോഡാറ്റ അങ്ങനെയല്ലേ?
അലൈസ മിൻകും റജുലുൻ റഷീദ്. ഇത് പഠിക്കുന്ന കുട്ടികൾ ആരുമില്ലേ? ഹിസ്റ്ററി അങ്ങനെയല്ലേ? ഓരോ രാജ്യം ആദ്യം ചതുരശ്ര വിസ്തീർണം, അടുത്തതൊരു രാജ്യത്തെ അറിയാനുള്ള മാനദണ്ഡം ഏതാ? പറ കുട്ടികളെ, നിങ്ങൾ എന്താ വിചാരിച്ചത് കോടി അറുക്കുന്നവന്റെ ഗ്രന്ഥമാണെന്നോ? അടുത്തത് ജനസംഖ്യയാണ്. യൂനുസ് നബിയെ ഞാൻ നീനവ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പറഞ്ഞു വിട്ടു. അവിടുത്തെ ജനസംഖ്യ 1,00,000-അപ്പുറമായിരുന്നു. ആദ്യമായിട്ടൊരു രാജ്യത്തെ പരിചയപ്പെടുത്തുന്നത് ജനസംഖ്യയാണെന്ന അടിസ്ഥാനത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ.